ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ദേവന്മാരുടെയും പിതൃക്കളുടെയും കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറരുത്. ദേവതാ ആരാധനയിൽ നിന്നും മാറി നിൽക്കരുത്. വേദാന്തം പഠിക്കാൻ പോകുന്ന ഒരു ക്ഷേത്രങ്ങളെ തള്ളിപ്പറയും എന്നങ്ങനെ ഒരു വിശ്വാസം പലർക്കുണ്ട്. പലരും പറഞ്ഞേക്കണ്ട, അവരിപ്പോൾ അമ്പലത്തിലും പോലില്ല, ഹൈ ലെവലാണ്, അങ്ങനെ പറയാം. ഈ വേദാന്തം പഠിക്കാൻ പോയ കുട്ടിയോട് ഋഷിമാരെന്താ പറയുന്നത്? ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. അതിൽ നിന്ന് മാറി നിൽക്കരുത്. അമ്പലങ്ങളെയും ആരാധനാലയങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തുടർന്ന് നടത്തണം. അതിൽ നിന്നൊന്നും ഒരു മുടക്കവും വരുത്താൻ പാടില്ല. ദേവന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്താ പറഞ്ഞാൽ, ദേവന്മാർ എങ്ങനെ ഉണ്ടായി ഇങ്ങനൊരു ചോദ്യം എപ്പോഴും ഉണ്ട് അല്ലേ. പണ്ട് കാലത്ത് വേദങ്ങളിൽ എന്താണ്, ബ്രഹ്മം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മം, പരമാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഒരു സാധകൻ്റെ തുടക്കകാലത്ത് നിർഗുണ നിരാകാര ധ്യാനമൊന്നും സാധിക്കില്ല. അത് നമ്മൾ ഋഷിമാർക്കും അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനുള്ള ഉപായങ്ങൾ, അതിനൊരു രൂപം സങ്കല്പിച്ച് തന്നു. സഗുണ സാകാരം. അതിനെ കഥകളിലൂടെയും പിന്നെ ഇതിഹാസങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു, ആ തലത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളത്. അങ്ങനെ ഈശ്വര രൂപങ്ങളുണ്ടായി. ഈശ്വര രൂപങ്ങളൊക്കെ മനുഷ്യൻ്റെ സങ്കല്പമാണ്. നോക്കിയാൽ അറിയാം. നമ്മൾ പുരാണം വായിക്കുമ്പോഴും ഏത് ശാസ്ത്രം പഠിക്കുമ്പോഴും സങ്കല്പമാണ്. ഭഗവാൻ തന്നെ പറയണം ഭഗവത്ഗീതയിൽ, അവജാനന്തി മാ മൂഢ മാനുഷ്യം തനുമാശ്രിതം പറയും. അപ്പം ഞാൻ മനുഷ്യ ശരീരമാണെന്ന് വിചാരിക്കുന്നത് ശരിക്കും എന്നെ കണ്ടിട്ടില്ല. എൻ്റെ പരംഭാവം അറിയണമെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പരംഭാവത്തിലേക്ക് എത്താനുള്ള, പരമാത്മഭാവത്തിലേക്ക് എത്താനുള്ള ഉപാധികളാണ് ദേവതാ രൂപങ്ങളെല്ലാം. അപ്പോൾ ഓരോ ദേവതയ്ക്കും ആ രൂപത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള ആരാധനാ വിധികൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ ആരാധിക്കാനുള്ളതാണ്, അവിടെ ചെന്ന് കുടുങ്ങാനുള്ളതല്ല. നമ്മൾ ഓരോ ദേവതയും ആരാധിക്കുമ്പോൾ ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്? ഈ ദേവതയാണ്. ഈ ദേവത ആരാണ്? അടുത്ത ചോദ്യം. ഈ ദേവത ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ആരാധന ഉപാസനയായിട്ട് മാറുന്നത്. നമ്മൾ തത്വത്തിലേക്ക് വരുന്നത്, അതൊരു ധ്യാനമായിട്ട് മാറുന്നത്. അതുവരെ ആരാധനകൾ ആവശ്യം തന്നെയാണ്. ഇവിടെ ഋഷിമാർ പറയുന്നു, ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളൊന്നും മുടക്കരുത്. ഓരോ ആചാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലെ തത്വം എന്താണ്, ഇതിൻ്റെ പർപ്പസ് എന്താണ്, ഇത് ആലോചിച്ചും കൊണ്ട് വേണം പോകുക. അപ്പോൾ എന്തുണ്ടാവും? അന്ധവിശ്വാസങ്ങളില്ലാണ്ടാവും. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഇതാണ് അതിൻ്റെ പിന്നിലെ തത്വങ്ങൾ. ഇല്ല, നമ്മളിപ്പം മനസ്സിലാക്കി വെച്ചത് പഴം കൊടുത്താൽ സന്തോഷിക്കുന്ന ദൈവം, പായസം കൊടുത്താൽ സന്തോഷിക്കുന്ന ദൈവം, ഇതൊക്കെയാണ്. ഇതൊക്കെ പൂജയുടെ ഭാഗമായിട്ട് നിവേദ്യം സമർപ്പിക്കലൊക്കെയുണ്ട്. പക്ഷേ അവിടെ മാത്രം നിന്നാൽ പോരാ. ആരാധന ഉപാസനയായിട്ട് മാറണം. ധ്യാനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ തലത്തിൽ നിന്നൊക്കെ വിട്ടിട്ട്, ഭഗവാൻ സർവധർമാൻ പരിത്യജ പറഞ്ഞു, ഈ തലത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് പരമാത്മഭാവവുമായിട്ട് ലയിക്കുക. അതിന് ആരാധനകൾ തുടക്കത്തിൽ ആവശ്യമാണ്. നമുക്ക് ഓർമ്മിക്കാനുള്ള, ഏകമായിരിക്കുന്ന ബ്രഹ്മതത്വത്തിനെ പല രൂപത്തിൽ നമ്മൾ സങ്കല്പിച്ചു. അപ്പം തത്വം ഒന്ന് തന്നെയാണ്, ഏകമാണ്. ഏകനാണെന്നും കൂടിയല്ല പറയാം, ഏകമാണ് അല്ലേ. ഒരു ദൈവമാണോ അനേകം ദൈവമാണോ എന്ന് ചോദിക്കാം. മതങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ദൈവം, ഞങ്ങൾക്കൊരു ദൈവം, നിങ്ങൾക്ക് അനേകം ദൈവം എന്നല്ലേ. ഒരു ദൈവം എന്ന് പറയുന്നത് പോലും കൺഫ്യൂഷനാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദൈവമല്ലാത്ത മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ദൈവമേ ഉള്ളൂ. അതാണ് ഹിന്ദുവിൻ്റെ ധർമ്മം, ഹിന്ദുവിൻ്റെ തത്വങ്ങൾ അങ്ങനെയാണ്. ദർശനം, അദ്വൈത ദർശനം. ദൈവം മാത്രമേ ഉള്ളൂ, ദൈവമല്ലാത്തത് ഒന്നുമില്ല. അതാണ്. ഈ തത്വത്തിലേക്ക് എത്താനാണ് നമുക്ക് അനേക രൂപങ്ങളെ സങ്കല്പിച്ചു തന്നത്. അപ്പോൾ ബഹുരൂപങ്ങൾ, ബഹുനാമങ്ങൾ, ഏകമായ തത്വം, ഇത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ഏതു വഴി കൂടി നമ്മൾ കയറി ചെന്നാലും എത്തുന്ന പൊസിഷൻ ഒന്നാണ്. നമ്മൾ കഠോപനിഷത്തിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും നദി പല ശാഖകളായിട്ട് താഴേക്ക് ഒഴുകുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതുപോലെ തത്വം. അപ്പോൾ ഏത് ശാഖയെ കൂടി നമ്മൾ മുകളിലേക്ക്, അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ
എത്തിച്ചേരുന്ന ഉത്ഭവസ്ഥാനം ഒന്നാണ്. അപ്പോൾ ദേവതാ ആരാധനകൾ വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഒരിക്കലും പാടില്ല. ഓരോ ദേവതാ സങ്കല്പങ്ങളും പരമമായ തത്വത്തിലേക്ക് എത്താനുള്ള ഉപാധികളാണ് എന്ന ഓർമ്മ എപ്പോഴും വേണം. എന്നാലേ നമ്മൾ ലക്ഷ്യത്തിലെത്തുള്ളൂ.